ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഡെയിലി ഈ റൂട്ടീൻ അല്ലാട്ട് എനിക്ക്. അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് അമൃതം പൊടിയുടെ പുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുളിച്ചു, ഒരു കള്ളക്കുരൊക്കെ വരച്ച്. ഇന്ന് കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തിരുമ്പാനുള്ള ദിവസമാണ്. അപ്പോൾ അതൊക്കെ തിരുമ്പാൻ വേണ്ടി മുകളിലത്തെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇന്നത്തെ എൻ്റെ മെയിൻ ഡ്യൂട്ടി ഒരു ഉടായ്പ ചിക്കൻ കറി ഉണ്ടാക്കണം. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവണം. എന്നും ചിക്കൻ കറി ഒരേ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പണി ചെയ്തു, മസാലയൊക്കെ കൂടിയിട്ട് മാഗ്നേറ്റ് ചെയ്ത് ചിക്കനിൽ വെച്ചു. പിന്നെ ഈ സബോളയും തക്കാളിയും ഒക്കെ വഴറ്റാളത് നന്നായി കൈ കൊണ്ട് അമർത്തി ഒട്ടച്ചിട്ട് കുക്കറിലിട്ടു. അങ്ങനെയാണ് ഇന്നത്തെ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻ ഉണ്ടാവുക. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞു ചെടിയുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വാടും, വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെയും തളിർക്കും. അങ്ങനെയായിട്ടൊരു ചെടിയാണത്. ഞാൻ മുകളിലേക്ക് എപ്പോൾ പോയാലും കുറുമ്പനും കൂടി പിന്നാലെ വരും കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ ലഞ്ച് കഴിക്കാൻ ചേട്ടൻ വന്നു. അങ്ങനെ കുട്ടീനൊക്കെ ആയിട്ട് കുറച്ച് നേരം കളിച്ച് ലഞ്ചൊക്കെ കഴിച്ചു. ചിക്കൻ കറി ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളൂ, അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കല്ലേ, 2 മിഠായിയൊക്കെ തിന്നാഴ്ച മിഠായി എടുത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. രണ്ടോ എൻ്റെ വായിക്കേണ്ട പോയി. വൈകിട്ട് കുട്ടി കളിക്കണ ബബിൾസ് വെച്ചിട്ട് അച്ഛരുന്ന് കളിക്കുന്നു. ഒരു കോഫിയൊക്കെ കുടിച്ചു. 3 ബദാമും പിസ്തയൊക്കെ എടുത്ത് അവൻ കൊണ്ടുവിടാണ്ടപ്പോൾ മേടിച്ചു. അവൻ കഴിക്കുമെന്ന് വിചാരിച്ചു. നേരെ കൊണ്ടുപോയിട്ട് അവൻ ചേട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു. വൈകിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. രാത്രി മഴക്കോളായിരിക്കാം. അപ്പോൾ ശിവദ ബിസ്ക്കറ്റ് തിന്നായിരുന്നു. ഇപ്പോൾ സ്ഥിരം വരുന്ന കാക്ക വന്നു കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് കാക്കയ്ക്ക് കൊടുത്തു. രാത്രി ചപ്പാത്തി ചിക്കനും കൂടി പടക്കാളെ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ കുട്ടി സഹായം കൂടി വന്നിട്ട് ചപ്പാത്തി കുറച്ചൊക്കെ വായിലും വെച്ച്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഡേ എങ്ങനെ